നമ്മുടെ ഈ പടത്തിൽ നായകന്റെ പേരെന്നിട്ടാന്ന് വെച്ച കോമാളിക്കുട്ടൻ. ഇവൻ ഭയങ്കര ഹാക്കറാണ്. ഇവന് ഹാക്ക് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക തരം സ്ഥലം തന്നെയുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. എടാ ധൂമജാലപാട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ ഹാക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഹാക്കിംഗ് എന്നൊക്കെ എഴുതി കാണിക്കും. എജാതി ഹാക്കിംഗ് അല്ലേ. പിന്നെ ഇവിടെ ഒരു സൂപ്പർമാൻ്റെ ഒരു ഫിഗറുണ്ട്. അതൊക്കെ എന്തിനാണ് നമുക്ക്? നമ്മുടെ കോമളിയണ്ണന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഇക്കയുടെ പോലെ ആവണം. ഇക്ക ഒരു ഏജന്റാണ്. ഇക്കേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ക ഒരു കില്ലാടിയാണ്. ഇക്ക മിഷൻ കണ്ണൊക്കെ യൂസ് ചെയ്യും. എൻ്റെ പൊന്നുമോനെ. പിന്നെ ഈ പടത്തിൽ ബ്ലാസ്റ്റ് സീൻസ് എൻ്റെ പൊന്നുമോനെ, ശക്തിമാൻ ഇതിനേക്കാളും ബെറ്ററാണ്. ഒറിജിനല്ല, ഞാൻ ചെയ്തതാ. പിന്നെ നമ്മുടെ ഇക്കയ്ക്ക് കുറച്ച് ഹോബി ഉണ്ട്. തീ പിടിച്ച കാറിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് ഉള്ളിൽ കയറുക, എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുക, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുക, എന്നിട്ട് സ്ലോ മോഷനിൽ നടക്കുക. ഇതേപോലത്തെ ഹോബിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലോ. ആ മാർട്ടിൻ അണ്ണൻ. നമ്മുടെ കോമാളി അണ്ണൻ ഏജന്റ് ആവാൻ വേണ്ടി ഇക്കയുടെ ഫോൺ ഹാക്ക് ചെയ്യും. അപ്പം ഇക്ക ഇവനുള്ള സ്ഥലം ട്രേസ് ചെയ്തിട്ട് അങ്ങോട്ട് വരും. ഇവൻ ഇക്കയുടെ ഫാനാണ്. ഏജന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇക്കയുടെ ഫോൺ ഹാക്ക് ചെയ്തതെന്ന് നമ്മുടെ ഇക്കയോട് പറയും. ഇവൻ ഇതെന്തത് സൂപ്പർമാനൊക്കെ ഉണ്ടല്ലോ, ഇതെന്നിട്ട് സാധനം ലൈറ്റ് ഓണാക്കിയടാ. എന്റെ മനസ്സാണിത്. എന്തുന്നാണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. കോമാളി അണ്ണന്റെ ഒരു കോമാളിത്തരം കണ്ടിട്ട് നമ്മുടെ ഇക്ക അവിടുന്ന് പോവും. പിന്നെ അവൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങണ സമയത്ത് അവിടെ ഇരിക്കണ പച്ചക്കറി അവന് തോക്കും ഉണ്ടൊക്കെ ആയിട്ടൊക്കെ തോന്നും. ഭാഗ്യം വേറെ ഒന്നായിട്ട് അവന് തോന്നിയില്ല. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ കോമാളി അണ്ണന് ഒരു പെണ്ണിനെ കാണും. പെണ്ണിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കോമാളി അണ്ണന് ക്രഷ് ആവും. പിന്നെ അവിടെ പിന്നാലെ നടന്ന് വളയ്ക്കും. ഒരു ദിവസം കോമാളി അണ്ണന്റെ പെണ്ണിനെ ഒരാൾ ശല്യം ചെയ്യും. അവള് പോയിട്ട് എന്നിട്ട് നമ്മുടെ കോമാളി അണ്ണനോട് പറയും. കോമാളി അണ്ണൻ നിന്നിട്ട് അയാളുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് നമ്മ വിചാരിക്കും അവരിടിച്ച് കൂട്ടുന്നു. പക്ഷെ മൂപ്പരെ എല്ലാവരും ചവിട്ടി കൂട്ടും ഗൈസ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ. നമ്മുടെ കോമാളി അണ്ണന്റെ ഈ കോമാളിത്തരം കണ്ടിട്ട് നമ്മുടെ നായിക നാസയ്ക്ക് പോവാനായിട്ട് ജോലി കിട്ടിയിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ കോമാളി അണ്ണന്റെ കൂടെ പോവും. എനിക്ക് എന്റെ കോമാളി അണ്ണന് മതി, നാസയിലെ ജോലി എനിക്ക് വേണ്ട. ഇക്ക പിന്നെ നമ്മുടെ കോമാളി അണ്ണനെ ഏജന്റ് ആക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലനെ കൊല്ലാനാ. പണ്ട് നമ്മുടെ ഇക്കയുടെ കൂടെ ഉണ്ടായ ഒരു ഏജന്റാ. മൂപ്പര് നല്ല രീതിയിൽ റോയിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഇക്കയ്ക്ക് ഒരു ഹോബി ഉണ്ട്, റോയിൽ പണിയെടുക്കുന്ന ആരും പ്രേമിക്കാൻ പാടില്ല. നമ്മുടെ ഇക്ക എന്തെങ്ങനെ ചെയ്യണെന്ന് വെച്ചാ ഇക്ക സിംഗിളാ. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെരുന്നറിഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. അപ്പൊ അവന്റെ ഗേൾഫ്രണ്ടിനെ കൊല്ലാനായിട്ട് നമ്മുടെ ഇക്ക പറയും. ആ മച്ചാനാണെങ്കിൽ നമ്മുടെ ഇക്കയുടെ കട്ട ഫാനാ. ഇക്ക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഗേൾഫ്രണ്ടിനെ ആൾ വെടിവെച്ച് കൊല്ലും. പിന്നെ മൂപ്പര് തീവ്രവാദിയാവും. നമ്മുടെ വില്ലൻ അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ തല വാഴ വെട്ടറമാര് വെട്ടിയ മുതലാ. പിന്നെ നമ്മുടെ ഇക്ക നമ്മുടെ കോമാളി അണ്ണന് മിഷൻ കൊടുക്കും തീവ്രവാദികളെ കൊല്ലാനായിട്ട്. പിന്നെ നമ്മുടെ കോമാളി അണ്ണൻ മിഷൻ കണ്ണ് വെച്ചിട്ട് കാട്ടണ ഒരു അപരാധങ്ങളുണ്ട്. എൻ്റെ പൊന്നുമോനെ അൺസഹിക്കബിൾ. പിന്നെ നമ്മുടെ ഇക്കും കോമാളി അണ്ണനും കൂടി തീവ്രവാദിയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയൊക്കെ വെടിവെക്കും. എന്നിട്ട് പിന്നെ ആ വില്ലൻ മിസ്സായി പോവും ഇവരുടെ അടുത്തുനിന്ന്. പിന്നെ വില്ലൻ അണ്ണൻ നമ്മുടെ ഇക്കയുടെ ഓഫീസിലേക്ക് വന്നിട്ട് പറയും, ഞാൻ ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട്, ഇനി പൊട്ടിക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ചാവണം, കോമാളി അണ്ണൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയും.
എടാ കോമാളി വെടിവെക്കട തന്നെ, നിന്റെ ആശാനോടെ പറയടാ വെടിവെക്കടാ. അയ്യോ എന്റെ പൊന്നേ, എന്റെ പൊന്നേ. അങ്ങനെ നമ്മുടെ ഇക്ക പടായി ഗൈസ്. പിന്നെ നമ്മുടെ കോമാളി അണ്ണൻ വില്ലന്റെ അടുത്ത് പോയിട്ട് അവൻ ഓണാക്കിയ ബോംബ് ഓഫ് ചെയ്തിട്ട് ഇന്ത്യനെ മൊത്തം രക്ഷിക്കും ഗൈസ്.